ഇതിൻ്റെ മൂന്നാമത്തെ വിസിറ്റാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട്. ഇത്തവണ ഭഗവാന് കൊടുക്കാൻ തുളസിമാലയും റോസാപ്പൂ ആണെങ്കിൽ കഴിഞ്ഞ തവണ എനിക്കൊരു താമരപ്പൂ കൂടി കിട്ടിയിരുന്നു. വെളുപ്പിന് 3:45 ട്രിവാൻഡ്രം സെൻറ്ററിൽ നിന്ന് എടുക്കുന്ന എയ്റനാട് എക്സ്പ്രസ് കയറിയാൽ സുഖമായിരുന്നു ഒരു 6:30 ആകുമ്പോൾ നമ്മൾ അമ്പലപ്പുഴ എത്തും. അമ്പലപ്പുഴ എത്തിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോ പിടിക്കുക, നേരെ പടിഞ്ഞാറൻ നടയിലേക്ക് പോവുക. വർക്കിംഗ് ഡേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചാൽ ആൾ വളരെ കുറവായിരിക്കും. ആൻഡ് നമ്മൾ രാവിലെ എത്തുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ശാന്തമായ ഒരു അന്തരീക്ഷം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ പടിഞ്ഞാറൻ നടയിലാണ് നിറച്ച് ഷോപ്പുകളുള്ളത്. അവിടുത്തെ ഒരു 1-2 പൂക്കടകൾ ഒഴിച്ചാൽ രാവിലെ ആയതുകൊണ്ട് ബാക്കി ഷോപ്പുകളെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ഭഗവാനെ കൺകുളിർക്കെ അടുത്ത് നിന്ന് കാണാനും പറ്റും. ആൻഡ് ഈ കുളക്കടവിൽ എത്ര ഇരുന്നാലും നമുക്ക് മതിയാവില്ല. ഒരുപാട് സൂര്യൻ അങ്ങോട്ട് ഉദിക്കാത്ത സമയമായതുകൊണ്ട് ഒരു പ്രത്യേക വൈബാണ് ഈ കുളത്തിൻ്റെ ഈ ഭാഗം മുഴുവൻ. ആൻഡ് ഇവിടുത്തെ കാറ്റിന് പോലും ഭയങ്കര പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പഴയ രീതിയിലുള്ള കെട്ടും മട്ടും ഒക്കെ തന്നെയാണ് ഇപ്പോഴും അമ്പലത്തിന് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു സവിശേഷത അമ്പലത്തിൻ്റെ ഓരോ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇത് കുഞ്ചൻ നമ്പ്യാരുടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മിഴാവാണ്. ഇവിടേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് വൈബ്രേഷനാണ് കിട്ടുന്നത്. ആൻഡ് അമ്പലപ്പുഴ പോയിട്ട് ഗുരുവായൂരപ്പനെയും കാണാൻ പറ്റും. അതൊരു വലിയ ഭാഗ്യമാണ്. നമുക്ക് ഭഗവാനെയും കാണാൻ പറ്റും. ആൻഡ് ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ തൃക്കൈ വെണ്ണയും അമ്പലപ്പുഴ പാൽപ്പായസവും. ഇതാർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലേ. ഇത് കിട്ടുന്ന തന്നെ വലിയ പുണ്യം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഒരൊറ്റ തവണയേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ബാക്കി 2 തവണയും എനിക്ക് റിട്ടേൺ ബസ് അത് സമയം അത്ര കൊണ്ട് മാച്ചായില്ല. ആൻഡ് ഇത് കിഴക്കേ നടയെന്ന് അമ്പലം നമ്മൾ കാണുന്ന കാഴ്ചയാണ്. എത്ര കണ്ടാലും മതിവരാത്ത ഭംഗിയാണ് ഇവിടെ മുഴുവൻ. ആൻഡ് ഇനി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ കടകളെല്ലാം ഓപ്പൺ ആയിരിക്കും പടിഞ്ഞാറൻ നടയിൽ. അത്യാവശ്യം ഷോപ്പിങ്ങൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്ത് ബസ് പിടിക്കുക. അമ്പലപ്പുഴ ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ കിട്ടും. വെളുപ്പിന് പുറപ്പെടുന്നതുകൊണ്ട് തന്നെ മിക്കവാറും പാതി ഉറങ്ങിയും മുക്കാലുറങ്ങിയും ഒക്കെ ആയിരിക്കും തിരിച്ച് ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര. പക്ഷെ മനസ്സ് മുഴുവൻ ഫ്രഷ് ആയിരിക്കും. ഒരുപാട് നല്ല ഓർമ്മയും ഒത്തിരി ബ്ലെസ്സിങ്ങും കിട്ടിയ ഒരു സന്തോഷവും.